ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ് CM Kids UP. സോ മാത്തമാറ്റിക്സിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ഹാൻഡ് മെത്തേഡ് അല്ലാന്നുണ്ടെങ്കിൽ കണക്കിലെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇപ്പോൾ പല സ്റ്റുഡൻസും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ബട്ട് നിങ്ങൾ അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ ചാപ്റ്റർ ആണ് ഷോർട്ട് ഹാൻഡ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Subtract 1 from sum of two consecutive natural numbers. Which of the following is the algebraic form of this statement? അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്ന് ഒന്ന് കുറക്കുക. താഴെ പറയുന്നവയിൽ ഇത് ബീജഗണിത രൂപത്തിൽ എഴുതിയത് ഏത്? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റത്തെ ഒരു നാച്ചുറൽ നമ്പറിനെ, ഫസ്റ്റത്തെ ഒരു എണ്ണൽ സംഖ്യയെ n എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്തൊരു എണ്ണൽ സംഖ്യ ഏതായിരിക്കും? n+1 ആയിരിക്കൂലേ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ 9 എന്ന് പറയുന്ന ഒരു നമ്പറാണ് എടുത്തതെന്ന് വിചാരിക്കാം. അതിന്റെ അടുത്ത എണ്ണൽ സംഖ്യ ഏതാ? 9ലേക്ക് 1 കൂട്ടിയിട്ട് 10 വരും. അപ്പൊ ഇത് നമ്മൾ n ആണ് എടുക്കുന്നതെങ്കിൽ n-ലേക്ക് 1 കൂട്ടി n+1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മ് അല്ലെങ്കിൽ അതിന്റെ തുക എത്രയായാലും വരുന്നുണ്ടായിരിക്കാം? n-ഉം n+1-ഉം കൂട്ടിക്കഴിഞ്ഞാൽ n+n+1 അല്ലേ? ഇപ്പൊ n+n 2n ആണ്, 2n+1 ആണ് വരിക. ഇനി പറയുന്നത് ഈ ഒരു തുകയിൽ നിന്ന് 1 കുറക്കാണ് അല്ലെ? കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ഒരു തുകയിൽ നിന്ന് 1 കുറക്കുക. ഓക്കെ, അപ്പൊ 2n+1-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1 കുറക്കണം. അപ്പോൾ 2n+1-ൽ നിന്ന് എന്ത് ചെയ്യുക? 1 സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് എന്ത് ചെയ്യും? 1 - 1 തന്നെ 0 ആണ്. സോ ആൻസർ 2n ആണ് വരിക. ഏത് ഓപ്ഷനാണ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കുക. 2n ആണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു b മൈനസ് സി പ്ലസ് b ഇൻറ്റു സി മൈനസ് എ പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി? ഓക്കെ, അതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏത് ഓപ്ഷൻ ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കാം. a ഇൻറ്റു ബി മൈനസ് സി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് എ പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോ ടേമിനെയും ഉള്ളിലോട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോ ടേമിനെയും കൃത്യമായിട്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നോക്കാം. a ഇൻറ്റു ബി എ ബി ആണ്. a ഇൻറ്റു സി അവിടെ കൃത്യമായിട്ട് മൈനസ് ഉണ്ട്. അപ്പൊ a ഇൻറ്റു സി മൈനസ് എ സി ആണ്. പ്ലസ് ബി ഇൻറ്റു സി ബി സി ആണ്. ബി ഇൻറ്റു മൈനസ് എ മൈനസ് ബി എ ആണ്. പിന്നെ സി ഇൻറ്റു എ സി എ ആണ്. സി ഇൻറ്റു മൈനസ് ബി മൈനസ് സി ബി ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇവിടെ ഒരു എ ബി ഉണ്ട്, ഇവിടെ ഒരു ബി എ ഉണ്ട്. ഇവിടെ എ ബി എന്ന് പറഞ്ഞാലും ബി എ എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാലും ആൻസർ സെയിം തന്നെയല്ലേ? അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു മാറ്റം അവിടെ വരുത്താം. അപ്പൊ എങ്ങനെ മാറ്റാം? എ ബി മൈനസ് എ സി പ്ലസ് ബി സി. ബി എൻ്റെ പകരം ഞാൻ അതിനെ എ ബി എന്നാക്കിയിട്ട് മാറ്റാണ്. എ സി എയുടെ പകരം ഞാൻ അതിനെ എ സി എന്നാക്കിയിട്ട് മാറ്റാണ്. അതുപോലെ തന്നെ സി ബിയുടെ പകരം ഞാൻ അതിനെ ബി സി എന്നാക്കിയിട്ട് മാറ്റാണ്. പ്രശ്നമൊന്നുമില്ല അല്ലേ? 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാലും 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും എന്താണ്? അൾട്ടിമേറ്റ്ലി അത് രണ്ടും ഒരുപോലെയാണ്, അല്ലെങ്കിൽ സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എ ബിയിൽ നിന്ന് മൈനസ് എ ബി പോയി കഴിഞ്ഞാൽ എത്ര? 0. അതുപോലെ തന്നെ മൈനസ് എ സി പ്ലസ് എ സി അത് എത്രയാണ്? 0. ബി സി മൈനസ് ബി സി 0. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മുടെ ആൻസർ എന്താണ്? 0 ആണ്. എല്ലാതും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയിട്ട് പോവും. സോ ഓപ്ഷൻ ബി 0 എന്നുള്ളതാണ്, 0 എന്നുള്ളതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കുക. 0 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് 1/5 ഓഫ് 33 ആൻഡ് 1/5 ഓഫ് 67 ഈസ് 33ന്റെ 1/5ന്റെയും 67ന്റെ 1/5ഉം കൂട്ടിയാൽ എന്നത്, അല്ലെങ്കിൽ കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓഫ് എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? മൾട്ടിപ്ലൈ ആണ്, അല്ലെങ്കിൽ ഗുണിക്കാനാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ചെയ്യേണ്ടത് 1/5 ഓഫ് ഗുണിക്കലാണ്. 1/5 ഓഫ് 33 പ്ലസ് 1/5 ഓഫ് 67 ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1/5നെ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. 1/5നെ കോമൺലി പുറത്തേക്ക് എടുത്തു. 1/5 ഇൻറ്റു 33 പ്ലസ് രണ്ടാമത്തെ കേസിലാണുള്ളത് 67 ആണുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1/5 ഇൻറ്റു 33 പ്ലസ് 67 എന്ന് പറയുന്നത് 100 ആണ്. എത്രയാണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ 1/5 ഇൻറ്റു 100, അപ്പൊ 1 ഇൻറ്റു 100 100 ആണ്. ഡിവൈഡഡ് ബൈ ആരുണ്ട്? താഴത്ത് ഒരു 5 ഉണ്ട്. അപ്പൊ 100/5 എന്ന് പറയുമ്പോൾ 20 ആണ് നമുക്ക് എന്ത് ചെയ്യുക? ശരി ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഡി 20 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കാം.
ഓക്കെ, ക്ലിയർ ആണോ? ഐഡിയ നിങ്ങൾ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, 3 1/2 പ്ലസ് 5 3/4 അത് നിങ്ങൾക്കൊരു ബ്രാക്കറ്റിനുള്ളിലായിട്ടാണ് വരുന്നത്. അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കുറക്കാനുള്ളത്? 2 1/4 ആണ് കുറക്കാനുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫ്രാക്ഷൻസിനൊക്കെ തന്നെ ഞാൻ എന്താക്കിയിട്ട് മാറ്റാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാണ്. അതായത് എനിക്ക് ആദ്യം 3 1/2 അല്ലേ, 3 1/2 എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? 3 × 2 6 ആണ്, 6 + 1 7, അപ്പൊ 7/2 എന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ 5 3/4 എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? 5 × 4 20 ആണ്, 20 + 3 23 ആണ്, 23/4 എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ 2 1/4 എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 2 × 4 8 ആണ്, 8 + 1 9 ആണ്, 9/4 എന്നുള്ള രൂപത്തിൽ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു നമ്പേഴ്സിനൊക്കെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കുക, നമുക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ? 7/2 പ്ലസ് 23/4 മൈനസ് 9/4. ഓക്കെ, ഇവിടെ ഈ 7/2ന്റെ അവിടെ മാത്രം ഡിനോമിനേറ്റർ എന്താണ്? 2 ആണ്. ബാക്കി രണ്ട് കേസിലും ഡിനോമിനേറ്റർ 4 ആണ്. അപ്പോൾ അവിടെ ഡിനോമിനേറ്റർ 2 ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ചെയ്യാൻ ഒന്നും കൂടി സിമ്പിൾ ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, അവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറൂടാ? ജസ്റ്റ് നോക്കുക, 14/4 പ്ലസ് ജസ്റ്റ് നോക്കുക 14/4 പ്ലസ് 23/4 മൈനസ് 9/4. ഓക്കെ അല്ലേ? അപ്പോൾ 14/4 പ്ലസ് 23/4, 14 പ്ലസ് 23 എന്ന് പറഞ്ഞാൽ 37 ആണ്. ജസ്റ്റ് നോക്കുക, 37/4 മൈനസ് 9/4. 37 9 പോയി കഴിഞ്ഞാൽ 28 ആണ്. അപ്പൊ 28/4 ആണ്. 28/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്, അല്ലെങ്കിൽ 7 ആണ്. സോ ഓപ്ഷൻ ഡി 7 എന്നുള്ളതാണ് നമുക്ക് അവിടെ ശരി ഉത്തരമായിട്ട് വരും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടും ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും പറ്റൂട്ടോ. ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. 37 1 മൈനസ് 1 1/2 മൈനസ് ഹാഫ് ഈസ് ഈക്വൽ ടു. ഓക്കെ, ഞാനിത് ഡെസിമൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈസിലി ചെയ്യാൻ നോക്കാം. ഓക്കെ, 37 മൈനസ് 1 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1 1/2, അല്ലാന്നുണ്ടെങ്കിൽ 1.5 എന്നുള്ള രൂപത്തിൽ പറയാം. മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഓക്കെ, 37 നിന്ന് 1.5 പോയി കഴിഞ്ഞാൽ 35.5 ആണ്. അതിൽ നിന്ന് വീണ്ടും ഒരു 0.5 പോയി കഴിഞ്ഞാൽ ആൻസർ എത്ര വരിക? 35 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 35 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ? 37 നിന്ന് 1.5 പോയി, ദാറ്റ് മീൻസ് 35.5 ആണ് വരിക. 35.5 നിന്ന് വീണ്ടും ഒരു അര അല്ലെങ്കിൽ 0.5 പോവാണ്, ദാറ്റ് മീൻസ് 35 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡിന് ഈക്വൽ ആയിട്ടുള്ളത്? നമുക്ക് ഓരോ ഓപ്ഷൻസ് എടുത്ത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എ ഓപ്ഷൻ എടുക്കാം. എ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്, ഇവിടെ രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മൈനസിന് കൃത്യമായിട്ട് ഉള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് എക്സ് മൈനസ് വൈ മൈനസ് ഓഫ് മൈനസ് വരുന്ന സമയത്ത് പ്ലസ് ആവും, പ്ലസ് ഇസഡ്. ഈ ഒരു രൂപത്തിലല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത്? ഈ ഒരു രൂപത്തിലല്ലേ ക്വസ്റ്റ്യനിൽ വരുന്നത്? ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ആൻസർ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ? ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ അൽജിബ്രായിക് രീതിയിൽ എങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സിനും വൈനും ഇസഡിനും ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. ഏത് വാല്യൂ ആയിക്കോട്ടെ, നിങ്ങൾ എക്സിനും വൈനും ഇസഡിനും ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സിനും വൈനും ഇസഡും ഓപ്ഷനിലുള്ള ഓരോ ഓപ്ഷൻസിനും അതേപോലെ എക്സിനും വൈനും ഇസഡിനും വാല്യൂ ഇട്ട് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കിട്ടുന്ന സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന അതേ ആൻസർ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നിങ്ങൾ അൽജിബ്രായിക് വാല്യൂ പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യും, ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 16. ദ സ്മോളർ ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ്. നോക്കുക, രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 16 ആണ്. എന്താണ്? തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 16 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ സംഖ്യകളിൽ ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ്. സോ
ഇവിടെ ഞാൻ ബിഗർ നമ്പർ ആയിട്ട് എക്സിനെയാണ് എടുക്കുന്നത്. അപ്പോൾ എക്സ് ബിഗർ നമ്പറായി കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ സ്മോളർ നമ്പർ ആയിട്ട് ഞാനൊരു വൈനെ കൺസിഡർ ചെയ്യാം, സ്മോളർ. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്താ പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 16. അതായത് രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ സം അല്ലേ, അതായത് എക്സ് പ്ലസ് വൈ. അതുപോലെ തന്നെ അതിന്റെ ഡിഫറൻസും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ്, അതിന്റെ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ ഈ സമ്മും അതുപോലെ തന്നെ ഡിഫറൻസും, അതായത് തുകയും അതുപോലെ തന്നെ വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഇക്വേഷൻ ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അത് എത്രയാണെന്നാണ് പറയുന്നത്, 16 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഈ ഒരു മൈനസിനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 16. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് 0 ആണ്, വൈ പ്ലസ് വൈ 2y ആണ്. അപ്പൊ 2y ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ y ഇസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. വൈൻ്റെ വില നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, y തന്നെയാണ്, സ്മോളർ നമ്പർ അല്ലേ, സംഖ്യകളിൽ ചെറിയ സംഖ്യ ഏത് എന്നുള്ളത് തന്നെയാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഉത്തരം എന്ന് പറയുന്നത് 8 ആണ്. എത്രയാണ്, 8 ആണ്. ഓക്കെ, ഓപ്ഷൻ എ 8 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി എന്ന് എക്സ്പെക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക, അറിയിക്കാം. സോ കൂടുതൽ സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.